കൺവീനർ പി ജയരാജൻ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് തത്സമയം. നിരുപദ്രവകരമായ ഒരു സ്ഥാനമാണ്. പ്രത്യേക അധികാരങ്ങളില്ല. സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അധികാരങ്ങളില്ലാത്ത ഒരു അലങ്കാരമായി നിൽക്കുന്ന ഒരു പദവിയാണ് ഗവർണർ. അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കപ്പെടേണ്ട, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആയി നിശ്ചയിക്കുക, അതങ്ങനെ അവിടെ നിൽക്കും. അധികാരമില്ലാത്തൊരു സ്ഥാനമായിട്ട് ഈ നിഗമനം ആണ് അന്ന് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത്. ഒരു അധികാരവുമില്ലാത്ത സ്ഥാനമാണ് ഗവർണർ. യഥാർത്ഥത്തിൽ ഗവർണർ പദവി ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് കേരള സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറെ കൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട് കാണിച്ചത് മുണ്ടും മാടിക്കെട്ടി അലുവ തെരുവിൽ, അലുവ ബസാറിൽ അലുവക്കട കയറി ഇറക്കുന്നു. എത്ര പരിഹാസമായിരുന്നു. ഇന്ന് കൊല്ലത്ത് പ്രതിഷേധമുണ്ടാകും. ആ ഗവർണറോട് ആദ്യത്തെ പ്രതിഷേധമാണോ കേരളത്തിൽ? ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇന്നത്തെ ഭരണപക്ഷവും ഇന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ കേന്ദ്രത്തിലെ ഭരണപക്ഷവും എല്ലാം പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതെല്ലാം തരത്തിൽ ഗവർണർമാർക്കെതിരായി സമരം നടത്തിയിട്ടുണ്ട്. ഗവർണർമാർക്കെതിരായി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ടോ? ഇത് നിങ്ങൾ നോക്കുക. അദ്ദേഹം വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത് കേരളത്തിലെ ആദ്യത്തെ പുതിയ അനുഭവമാണ്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രകടനം നടത്തിയില്ലേ? നടത്തുന്നില്ലേ? മന്ത്രിമാർക്ക് നേരെ നടത്തുന്നില്ലേ? മന്ത്രിമാരുടെ വസതിക്ക് നേരെ കരിങ്കൊടി പ്രകടനം നടത്തി മാർച്ച് നടക്കുന്നില്ലേ? ഇത് ഇവിടെ മാത്രമാണോ? ഇന്ത്യയിൽ ആകെ ഉള്ളതല്ലേ? അതൊരു പലപ്പോഴും പല ഘട്ടങ്ങളിലൊരു സമരമായി വന്നിട്ടുള്ളതല്ലേ? ഇവിടെ കുറച്ച് കുട്ടികൾ കരിങ്കൊടി കാണിച്ചതിന് കാറ് നിർത്തി അദ്ദേഹം ഇറങ്ങി റോഡ് പോയി കുത്തിയിരിക്കുന്നു. എൻ്റെ അഭിപ്രായം അവിടെ തന്നെ കുത്തിയിരുന്നോട്ടെ എന്നാണ്. ഒരു വലിയ കുട വെച്ച് കൊടുത്ത് ആ വെയിലാടി ഇരിക്കട്ടെ കുറച്ച് കാലം, കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ട് കൊടുക്കുക. അദ്ദേഹം ഒരു ഗവർണറാണ്. അദ്ദേഹം ഈ കേരളത്തോട് കാണിച്ചിരിക്കുന്ന, ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന ധിക്കാരം എത്രമാത്രം വലുതാണ്. കഴിഞ്ഞ ദിവസം നിയമസഭ നയപ്രഖ്യാപന പ്രസംഗം നടത്തണം. എന്താ അദ്ദേഹം കാണിച്ചത്? നിയമസഭയോടും കേരളത്തിലെ ജനങ്ങളോടും ഭരണഘടനയോടും അനാദരവാണ് കാണിച്ചത്. അദ്ദേഹം റോഡിൽ കുത്തിയിരുന്ന് മാർഗതടസ്സം ഉണ്ടാക്കി. അദ്ദേഹം വിദ്യാർത്ഥികളെ തെറി പറയുന്നു. ഒരു ഗവർണറല്ലേ? ഈ നാട് ലജ്ജിച്ച് തലതാഴ്ത്തുകയല്ലേ? ഇങ്ങനെ ഒരു ദുരവസ്ഥ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇവിടെ മറുപടി പറയേണ്ടത് കേന്ദ്ര ഭരണകക്ഷിയാണ്. അവരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ അഴിഞ്ഞാടാൻ അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ പോലീസ് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നുണ്ട്. കേസെടുക്കാൻ പറയാൻ ഒരു വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് അവർക്ക് നേരെ കേസെടുക്കൂ. അത് പറയാനും കേസെടുപ്പിക്കാനും ഗവർണർക്കാരാ അധികാരം കൊടുത്തത്? അതിന് ഗവർണർക്ക് എന്താ അധികാരം? കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടാലേ ഞാനൊന്ന് എഴുതേക്കൂ പറയാൻ ഗവർണർക്ക് എന്താ അധികാരം? ഗവർണറാണോ പോലീസ്? ഗവർണറാണോ ഇവിടെ നിയമവും ക്രമസമാധാനവും സംരക്ഷിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക, അനിയന്ത്രിതമായി പെരുമാറുക, ഈ കേരള ജനതയ്ക്ക് മുഴുവൻ അപഹാസ്യനാവുകയല്ലേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ? കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത് കേരളത്തിലായതുകൊണ്ടല്ലേ? ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിലോ അദ്ദേഹത്തിന് ഈ പേക്കൂത്തുകൾ മുഴുവൻ കാണിക്കാൻ പറ്റൂ?
സാധാരണ അദ്ദേഹത്തെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുകയല്ലേ ഇവിടെ കേന്ദ്ര ഭരണകക്ഷിയും UDF-ലെ ചിലരും കൂടി ചേർന്നിട്ട്. അങ്ങേറ്റം അപലനീയമായ സംഭവമാണ് ഉണ്ടായത്. ഇത് കേരള ജനതയെ അപമാനിക്കലാണ്, ഈ കേരളത്തെ അവമാനിക്കലാണ്. അതുകൊണ്ട് അധികാരമില്ലാത്ത കാര്യങ്ങൾ അധികാരമുണ്ടെന്ന് കാണിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ശക്തമായ ഇത്തരത്തിൽ നീക്കത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. ഇപ്പം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ പ്രതിഷേധിച്ചിട്ടുള്ളൂ. ഗവർണറുടെ ഈ നടപടി, അദ്ദേഹം ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളുമായിട്ടാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കണം, ഇത് കേരളമാണ്, സാംസ്കാരികമായി വളരെയധികം വളർന്നിട്ടുള്ളൊരു നാടാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്. അവിടെയാണ് ഇത് കളിച്ചു കൂട്ടുന്നത്. അദ്ദേഹം UP-യിലോ മധ്യപ്രദേശിലോ ആണെങ്കിൽ LDF കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഗവർണർ തൈക്കാട് ഉള്ള അദ്ദേഹത്തിന്റെ പരിപാടിയിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരണമൊന്നും നടത്താതെ അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നേരത്തെ EP ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത് ഗവർണറുടെ നടപടികൾ അപലപനീയമാണ് എന്നുള്ളതാണ്. കേരള ജനതയെ മുഴുവൻ അപമാനിക്കുകയാണ് ഗവർണർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കും എന്നാണ് EP ജയരാജൻ വ്യക്തമാക്കിയത്. ഇപ്പോൾ തൈക്കാട്